ഒരു ക്രിപ്റ്റോ സിസ്റ്റം പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഫോർ എനി വൈ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സി പി ആർ ഓഫ് വൈ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന അസംഷൻ നടത്തിയിരുന്നു. പ്രോബബിലിറ്റി 0 വരുന്ന സൈഫർ ടെക്സ്റ്റ് എലമെന്റുകളെ നമുക്ക് സ്ക്രിപ്റ്റ് സിയിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. ഫിക്സ് എനി എക്സ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് പി. ക്രിപ്റ്റോ സിസ്റ്റം പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഫോർ എനി വൈ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സി പി ആർ ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു പി ആർ ഓഫ് വൈ എന്ന് കിട്ടും. പി ആർ ഓഫ് വൈ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് പി ആർ ഓഫ് വൈ ഗിവൺ എക്സും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് ഫോർ എനി വൈ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സി പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് വൈ ആവാനുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റി നോൺ 0 ആണ്. സോ ഫോർ ഈച്ച് വൈ ഇ കെ ഓഫ് എക്സ് ഈക്വൽ ടു വൈ വരുന്ന വിധത്തിൽ അറ്റ്ലീസ്റ്റ് 1 കീ കെ എങ്കിലും കീ സ്പേസിൽ ഉണ്ടായിരിക്കണം. ഒരു കീ യൂസ് ചെയ്ത് സിംഗിൾ പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ് മാത്രമാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് ഈ സെക്ഷന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. ഫോർ എ ഫിക്സഡ് എക്സ് ഫോർ എവറി വൈ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സി ഇ കെ ഓഫ് എക്സ് ഈക്വൽ ടു വൈ വരുന്ന വിധത്തിൽ അറ്റ്ലീസ്റ്റ് 1 കീ കെ എങ്കിലും ഉള്ളതുകൊണ്ട് കീ സ്പേസിന്റെ സൈസ് അറ്റ്ലീസ്റ്റ് സൈഫർ ടെക്സ്റ്റ് സ്പേസിന്റെ സൈസ് എങ്കിലും ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് സി ആയിരിക്കണം. ഏതൊരു ക്രിപ്റ്റോ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്ന എൻകോഡിംഗ് റൂള് ഇൻജക്റ്റീവ് ആയതുകൊണ്ട് എന്തായാലും മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് ബി ആയിരിക്കും. സോ ഒരു ക്രിപ്റ്റോ സിസ്റ്റം പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് ബി ആയിരിക്കും. ഇക്വാലിറ്റിയുടെ കേസിൽ അതായത് മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് കെ ഈക്വൽ ടു മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് സി ഈക്വൽ ടു മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് ബി ആകുമ്പോൾ പെർഫെക്റ്റ് സീക്രസിയുടെ ക്യാരക്ടറൈസേഷൻ ആണ് നെക്സ്റ്റ് തിയറത്തിൽ പ്രൂവ് ചെയ്യുന്നത്. ഇത് ഷാനൻ പബ്ലിഷ് ചെയ്ത ജേണലിലെ ഒരു ഐഡിയ ആണ്. തിയറം 2.4 സപ്പോസ് ഓർഡേഡ് 5 tuple സ്ക്രിപ്റ്റ് പി കോമ സ്ക്രിപ്റ്റ് സി കോമ സ്ക്രിപ്റ്റ് കെ കോമ എപ്സിലോൺ കോമ സ്ക്രിപ്റ്റ് ഡി ഈസ് എ ക്രിപ്റ്റോ സിസ്റ്റം വേർ മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് കെ ഈക്വൽ ടു modulus of script C equal to modulus of script B. Then the crypto system provides perfect secrecy if and only if every key is used with equal probability 1 by modulus of script K, and for every x belongs to script P and every y belongs to script C there is a unique key K such that ek of x equal to y. അതായത് ഒരു ക്രിപ്റ്റോ സിസ്റ്റത്തിൽ പ്ലെയിൻ ടെക്സ്റ്റ് സ്പേസിന്റെയും സൈഫർ ടെക്സ്റ്റ് സ്പേസിന്റെയും കീ സ്പേസിന്റെയും സൈസ് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ദെൻ ആ ക്രിപ്റ്റോ സിസ്റ്റം പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ എല്ലാ കീസിനും ഈക്വൽ പ്രോബബിലിറ്റി 1 by മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് കെ ആയിരിക്കണം. അതുപോലെ ഫോർ എനി പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ് എക്സ് ആൻഡ് എനി സൈഫർ ടെക്സ്റ്റ് എലമെന്റ് വൈ ഇ കെ ഓഫ് എക്സ് ഈക്വൽ ടു വൈ വരുന്ന വിധത്തിൽ ഒരു യൂണിക് കീ കെ കീ സ്പേസിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. ആദ്യം ഗിവൻ ക്രിപ്റ്റോ സിസ്റ്റം പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഒരു ക്രിപ്റ്റോ സിസ്റ്റം പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ എനി എക്സ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് പി വൈ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സി ഇ കെ ഓഫ് എക്സ് ഈക്വൽ ടു വൈ വരുന്ന വിധത്തിൽ അറ്റ്ലീസ്റ്റ് 1 കീ കെ എങ്കിലും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് കെ ആയിരിക്കും. ഫോർ എ ഫിക്സഡ് എക്സ് ഫോർ എവറി വൈ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സി ഇ കെ ഓഫ് എക്സ് ഈക്വൽ ടു വൈ വരുന്ന വിധത്തിൽ അറ്റ്ലീസ്റ്റ് 1 കീ കെ എങ്കിലും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ സ്ക്രിപ്റ്റ് സിയിലെ എല്ലാ മെമ്പേഴ്സും ഒരു ഫിക്സഡ് എക്സിനെ ഡിഫറെന്റ് കീസ് യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്താൽ കിട്ടും. So modulus of script C equal to modulus of collection ek of x such that k belongs to script k for a fixed x. So modulus of script C less than or equal to modulus of script k implies that modulus of collection ek of x such that k belongs to script k is less than or equal to modulus of script k for a fixed x. But ഇവിടെ modulus of script k equal to മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് സി ഈക്വൽ ടു മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് ബി ആണ്.
So for a fixed x, modulus of collection ek of x such that k belongs to script k equal to modulus of script k. രണ്ട് സെറ്റുകളുടെയും സൈസ് ഈക്വൽ ആയതുകൊണ്ട് ഈ k1 ഓഫ് എക്സ് ഈക്വൽ ടു ഈ k2 ഓഫ് എക്സ് ഈക്വൽ ടു y, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ രണ്ട് ഡിസ്റ്റിങ്ക്ട് കീസ് എക്സിസ്റ്റ് ചെയ്യുകയില്ല. ഇതെല്ലാ എക്സിനും ഹോൾഡ് ചെയ്യും. ഫോർ എനി എക്സ് ആൻഡ് വൈ ഈ k ഓഫ് എക്സ് ഈക്വൽ ടു y വരുന്ന വിധത്തിൽ അറ്റ്ലീസ്റ്റ് വൺ കീ എങ്കിലും എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. സോ നേരത്തെ കിട്ടിയ റിസൾട്ട് ഇതിന്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഫോർ എനി പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് ആൻഡ് ഫോർ എനി സൈഫർ ടെക്സ്റ്റ് വൈ ഈ k ഓഫ് എക്സ് ഈക്വൽ ടു y വരുന്ന വിധത്തിൽ ഒരു യൂണിക് കീ k കീ സ്പേസിൽ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് കിട്ടും. ഇനി എല്ലാ കീകൾക്കും ഈക്വൽ പ്രോബബിലിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അതായത് എല്ലാ കീകളുടെയും പ്രോബബിലിറ്റി 1/മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് k ആണെന്ന് പ്രൂവ് ചെയ്യാം. കീ സ്പേസിന്റെ സൈസ് n ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് k ഈക്വൽ ടു n. ദെൻ മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് k ഈക്വൽ ടു മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് p ആയതുകൊണ്ട് സ്ക്രിപ്റ്റ് p യിലും n മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. Let script p equal to set of all xi such that 1 less than or equal to I less than or equal to n. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് സ്പേസിലെ n മെമ്പേഴ്സിനെ x1, x2, etc. xn ഇതുപോലെ ലിസ്റ്റ് ചെയ്യുക. ഒരു സൈഫർ ടെക്സ്റ്റ് എലമെന്റ് y ഫിക്സ് ചെയ്യുന്നു. Then for 1 less than or equal to I less than or equal to n ഈ k i ഓഫ് എക്സ് ഐ ഈക്വൽ ടു y വരുന്ന വിധത്തിൽ കീ സ്പേസിലെ കീകളെ k1, k2, etc. kn എന്ന് നെയിം ചെയ്യുക. അതായത് ഈ k ഓഫ് x1 ഈക്വൽ ടു y വരുന്ന വിധത്തിൽ ഒരു യൂണിക് കീ k കീ സ്പേസിൽ ഉണ്ടാകും. ആ കീനെ k1 എന്ന് നെയിം ചെയ്യുന്നു. ദെൻ ഈ k ഓഫ് x2 ഈക്വൽ ടു y വരുന്ന വിധത്തിലും ഒരു യൂണിക് കീ k കീ സ്പേസിൽ ഉണ്ടാകും. ആ കീക്ക് k2 എന്ന് നെയിം കൊടുക്കുന്നു. അതുപോലെ തന്നെ k3, k4, etc. kn വരെ നെയിം ചെയ്യുന്നു. ബേസ് തിയറം യൂസ് ചെയ്താൽ ഫോർ എനി i pr ഓഫ് xi ഗിവൺ y ഈക്വൽ ടു pr ഓഫ് y ഗിവൺ xi ഇൻറ്റു pr ഓഫ് xi ഡിവൈഡഡ് ബൈ pr ഓഫ് y എന്ന് നമുക്ക് കിട്ടും. ഫോർ എനി i ഈ k ഓഫ് xi ഈക്വൽ ടു y വരുന്ന വിധത്തിൽ ആകെ ഒരു കീ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് ki ആണ്. So PR of y given xi equal to PR of vector k equal to ki ആയിരിക്കും. So PR of xi given y equal to PR of vector k equal to ki into PR of xi divided by PR of y. ക്രിപ്റ്റോ സിസ്റ്റം പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. സോ ഫോർ എനി ഐ PR of xi given y equal to PR of xi ആയിരിക്കും. അത് യൂസ് ചെയ്താൽ PR of vector k equal to ki is equal to PR of y എന്ന് കിട്ടും. y ഒരു ഫിക്സഡ് സൈഫർ ടെക്സ്റ്റ് എലമെന്റ് ആണ്. സോ ഫോർ എനി 1 less than or equal to I less than or equal to n PR of vector k equal to ki is equal to PR of y which is equal to a constant. സോ എല്ലാ കീസിനും ഈക്വൽ പ്രോബബിലിറ്റി ആണ്. ടോട്ടൽ n കീസ് ഉണ്ട്. സോ ഓരോ കീയുടെയും പ്രോബബിലിറ്റി 1/n ആയിരിക്കും. അതായത് 1/മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് k ആയിരിക്കും. ഇതാണ് നമുക്ക് നെസസറി പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. കോൺവേഴ്സ്ലി എല്ലാ കീകൾക്കും ഈക്വൽ പ്രോബബിലിറ്റി 1/മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് k ആണെന്നും ഫോർ എവരി x belongs to script p for every y belongs to script c ഈ k of x equal to y വരുന്ന വിധത്തിൽ ഒരു യൂണിക് കീ k ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ തിയറം 2.3യിൽ ചെയ്തതുപോലെ പ്രൊസീഡ് ചെയ്താൽ ഫോർ എനി x belongs to script p y belongs to script c pr of x given y equal to pr of x എന്ന് നമുക്ക് കിട്ടും. നമുക്കത് ബ്രീഫായിട്ട് പ്രൂവ് ചെയ്യാം. pr of vector y equal to y is equal to summation over set for k such that y belongs to c of k pr of vector k equal to k into pr of vector x equal to dk of y ആണെന്ന് നമുക്കറിയാം. ഒരു ഫിക്സഡ് y എല്ലാ c of k ലും ഉള്ളതുകൊണ്ട് which is equal to
summation over k belongs to script k, PR of vector k equal to k into PR of vector x equal to dk of y. For each k, PR of vector k equal to k is equal to 1 by modulus of script k ആയതുകൊണ്ട് which is equal to 1 by modulus of script k into summation over k belongs to script k, PR of vector x equal to dk of y. ഓരോ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഡിഫറെന്റ് എക്സുകളാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ടും കീ സ്പേസിന്റെയും പ്ലെയിൻ ടെക്സ്റ്റ് സ്പേസിന്റെയും കാർഡിനാലിറ്റി സെയിം ആയതുകൊണ്ടും സമ്മേഷൻ ഓവർ കെ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് കെ, പി ആർ ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു ഡി കെ ഓഫ് വൈ ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് പി, പി ആർ ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. സമ്മേഷൻ ഓവർ എക്സ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് പി, പി ആർ ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇത് യൂസ് ചെയ്താൽ പി ആർ ഓഫ് വെക്ടർ വൈ ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 1 by modulus of script k എന്ന് കിട്ടും. Now for any x belongs to script p, y belongs to script c, PR of y given x equal to summation over set for k such that x equal to dk of y, PR of vector k equal to k ആണെന്ന് നമുക്കറിയാം. For fixed x and y, x equal to dk of y വരുന്ന വിധത്തിൽ ആകെ ഒരു കീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാ കീകൾക്കും ഈക്വൽ പ്രോബബിലിറ്റി 1 by modulus of script k ആണ്. സോ പി ആർ ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു 1 by modulus of script k. ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ ബേസ് തിയറത്തിൽ നിന്നും പി ആർ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ഇൻറ്റു പി ആർ ഓഫ് വൈ ഗിവൺ എക്സ് ഡിവൈഡഡ് ബൈ പി ആർ ഓഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ഇൻറ്റു 1 by modulus of script k divided by 1 by modulus of script k which is equal to PR of x. That is for any plain text x and any cipher x y, PR of x given y equal to PR of x. ഇതിൽ നിന്നും given crypto system perfect secrecy പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഇതാണ് കോൺവേഴ്സ് പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. പെർഫെക്റ്റ് സീക്രസിയുടെ ഒരു വെൽ നോൺ റിയലൈസേഷൻ ആണ് വൺ ടൈം പാഡ്. ടെലഗ്രാഫ് മെസ്സേജസിന്റെ ഓട്ടോമാറ്റിക് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷന് വേണ്ടി ഗിൽബർട്ട് വെർണം എന്ന ഫേമസ് എഞ്ചിനീയർ ഡെവലപ്പ് ചെയ്തതാണിത്. അത് 1917 30 ഇയേഴ്സിന് ശേഷം ഷാനൻ പെർഫെക്റ്റ് സീക്രസിയുടെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് വരെ ഈ സിസ്റ്റം അൺബ്രേക്കബിൾ ആണ് എന്നുള്ളതിന് ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ഉണ്ടായിരുന്നില്ല. നമുക്ക് വൺ ടൈം പാഡ് ഡിഫൈൻ ചെയ്യാം. Crypto system 2.1 one time pad. Let n greater than or equal to 1 be an integer and take script p equal to script c equal to script k equal to z2 raised to n. For k belongs to z2 raised to n, define ek of x to be the vector sum modulo 2 of k and x, or equivalently the exclusive or of the two associated bit strings. So if vector x equal to ordered tuple x1, x2, etc. xn and vector k equal to ordered tuple k1, k2, etc. kn, then ek of vector x equal to ordered tuple x1 plus k1, comma x2 plus k2, comma etc. comma xn plus kn mod 2. Decryption is identical to encryption. If vector y equal to ordered tuple y1, y2, etc. yn, then dk of vector y equal to ordered tuple y1 plus k1, comma y2 plus k2, comma etc. comma yn plus kn mod 2. n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ, സ്ക്രിപ്റ്റ് പിയും സ്ക്രിപ്റ്റ് സിയും കീ സ്പേസും z2 raised to n ആയിട്ട് ചൂസ് ചെയ്യുന്നു. സോ കീകളും പ്ലെയിൻ ടെക്സ്റ്റ് എലിമെന്റ്സുകളും സൈഫർ ടെക്സ്റ്റ് എലിമെന്റ്സുകളും എല്ലാം ബൈനറി നമ്പേഴ്സിന്റെ n ടപ്പിൾസ് ആയിരിക്കും. ദെൻ ഫോർ എനി കീ കെ ആൻഡ് എനി പ്ലെയിൻ ടെക്സ്റ്റ് എക്സ്, ഈ കെ ഓഫ് എക്സ് അവയുടെ വെക്ടർ സം മോഡുലോ 2 ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതായത് രണ്ട് സ്ട്രിങ്ങുകളുടെയും എക്സ്ക്ലൂസീവ് ഓർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. സോ എക്സ് ഈക്വൽ ടു ഓർഡേർഡ് tuple x1, x2, etc. xn and k equal to ordered tuple k1, k2, etc. kn ആണെങ്കിൽ ഈ k of x equal to
odd identible x1 plus k1 comma x2 plus k2 comma etc comma xn plus kn mod 2. Decryptionും സെയിം തന്നെ. For y equal to odd identible y1 y2 etc yn. dk of y equal to y1 plus k1 comma y2 plus k2 comma etc comma yn plus kn mod 2. തിയറം 2.4 യൂസ് ചെയ്ത് വൺ ടൈം പാഡ് പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാം. വൺ ടൈം പാഡ് സ്ക്രിപ്റ്റ് പിയും സ്ക്രിപ്റ്റ് സിയും കീ സ്പേസും z2n ആയതുകൊണ്ട് മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് പി ഈക്വൽ ടു മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് സി ഈക്വൽ ടു മോഡുലസ് ഓഫ് സ്ക്രിപ്റ്റ് കെ. എല്ലാ കീകൾക്കും ഈക്വൽ പ്രോബബിലിറ്റി ആണ്. അതുപോലെ ഫോർ എനി എക്സ് കോമ വൈ ബിലോങ്സ് ടു z2n ek of x ഈക്വൽ ടു y വരുന്ന വിധത്തിൽ ഒരു യൂണിക് കീ മാത്രമേ കീ സ്പേസിൽ ഉണ്ടാവുകയുള്ളൂ. ആ കീ ഇതാണ്. k ഈക്വൽ ടു odd identible x1 plus y1 comma x2 plus y2 comma etc comma xn plus yn mod 2. സോ തിയറം 2.4ന്റെ സഫിഷ്യന്റ് പാർട്ട് അപ്ലൈ ചെയ്താൽ വൺ ടൈം പാഡ് പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കിട്ടും. എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഈസി ആയതുകൊണ്ട് ഈ സിസ്റ്റം അട്രാക്റ്റീവ് ആണ്. കൊമേഴ്ഷ്യലായിട്ട് വൈഡ്ലി യൂസ് ചെയ്യും എന്നുള്ളൊരു ഹോപ്പിലാണ് വെർണം അദ്ദേഹത്തിന്റെ ഐഡിയ പാറ്റേൺ ചെയ്തത്. ബട്ട് ഈ സിസ്റ്റത്തിന് ഡ്രോബാക്സും ഉണ്ട്. അതിൽ മേജർ വൺ, കീ സ്പേസിന്റെ സൈസ് പ്ലെയിൻ ടെക്സ്റ്റ് സ്പേസിന്റെ സൈസിനേക്കാൾ അറ്റ്ലീസ്റ്റ് ലാർജ് ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു കീ യൂസ് ചെയ്ത് ഒരു സിംഗിൾ പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ് മാത്രമേ എൻക്രിപ്ഷൻ നടത്തുന്നുള്ളൂ എന്നുണ്ടെങ്കിലേ ഈ സിസ്റ്റം പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. സോ പ്ലെയിൻ ടെക്സ്റ്റിന്റെ n ബിറ്റ്സ് എൻക്രിപ്റ്റ് ചെയ്യാൻ നമുക്ക് കീയുടെ n ബിറ്റ്സ് ആവശ്യം വരും. ബട്ട് ആകെ 2n ഡിഫറെന്റ് കീസ് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ്സ് ഉണ്ടാവാൻ പാടില്ല. സോ വളരെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മെസ്സേജസ് മാത്രമേ വൺ ടൈം പാഡിലൂടെ പാസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ മേജർ ഡ്രോബാക്ക്. സെയിം കീ യൂസ് ചെയ്ത് ഡിഫറെന്റ് മെസ്സേജസ് എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം വരില്ല. ബട്ട് അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിന് അൺകണ്ടീഷണൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുവാനും സാധിക്കുകയില്ല. സോ ഒരു കീ യൂസ് ചെയ്ത് ഒരു സിംഗിൾ പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ് മാത്രമാണ് ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സിസ്റ്റത്തിന്റെ നെയിമിൽ വൺ ടൈം എന്ന അഡ്ജക്റ്റീവ് ചേർത്തിട്ടുള്ളത്. മുകളിൽ പറഞ്ഞ അസംഷൻ ഇല്ലെങ്കിൽ ഈസി ആയിട്ട് വൺ ടൈം പാഡ് ബ്രേക്ക് ചെയ്യുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്കിലൂടെ ഈ സിസ്റ്റം ബ്രേക്ക് ചെയ്യാം. ഒരു പ്ലെയിൻ ടെക്സ്റ്റ് എക്സും അതിന് കറസ്പോണ്ടിങ് ആയ സൈഫർ ടെക്സ്റ്റ് EKFX കിട്ടിക്കഴിഞ്ഞാൽ അവ രണ്ടിന്റെയും എക്സ്ക്ലൂസീവ് ഓർ ആണ് കീ കെ. സോ എല്ലാ മെസ്സേജസും എൻക്രിപ്റ്റ് ചെയ്യുവാൻ ന്യൂ കീ യൂസ് ചെയ്താൽ മാത്രമേ സിസ്റ്റം സെക്യൂർ ആവുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ കീ മാനേജ്മെന്റ് പ്രോബ്ലം ഉണ്ടാകും. സോ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിൽ വൺ ടൈം പാഡിന്റെ യൂസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അൺകണ്ടീഷണൽ സെക്യൂരിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള മിലിറ്ററി ആൻഡ് ഡിപ്ലോമാറ്റിക് കോണ്ടെക്സ്റ്റുകളിൽ വൺ ടൈം പാഡ് ഉപയോഗിച്ചിരുന്നു.